ശ്രീ ടി ജി മോഹൻദാസ്, ഈ അബ്ദുൾ നാസർ മദനിക്കെതിരെ ബി.ജെ.പിയുടെ നിയമസഭാ കക്ഷി നേതാവ് സഭയിൽ നടത്തിയ പരാമർശം, മദനി ഒരു അന്താരാഷ്ട്ര ഭീകരനാണെന്നും മുൻപ് പ്രമേയം പാസാക്കിയതുൾപ്പെടെയുള്ള വിഷയങ്ങളാണ് സഭയിലേക്ക് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബി ഗോപകുമാർ ഒരു പരാമർശം നടത്തിയത്. ഇപ്പോൾ ബി.ജെ.പി MLA അറിയിക്കാതെ തന്നെ സഭാരേഖയിൽ നിന്നും ഈ കാര്യം വെട്ടിയിരിക്കുകയാണ്. അങ്ങ് എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? അത് ഉടൻ തന്നെ സ്പീക്കറെ അറിയിക്കേണ്ടതാണ്. ഒരു കാര്യം എക്സ്പെൻഡ് ചെയ്യണമെങ്കിൽ സ്പീക്കറാണ് അതിന്റെ ഫൈനൽ അതോറിറ്റി. അദ്ദേഹമാണ് നിയമസഭാ സെക്രട്ടറിയോട് പറയേണ്ടത് അത് എക്സ്പെൻഡ് ചെയ്യും എന്ന് പറയും. ഇത് നിയമസഭ നടന്നുകൊണ്ടിരിക്കുമ്പോഴുള്ള ഒരു പ്രൊസീജിയറാണ്. അത് ആ ബന്ധപ്പെട്ട സാമാജികൻ കൂടെ കേൾക്കും. അവിടെ വെച്ച് തന്നെ സ്പീക്കർ പറയും ഇത് അൺപാർലമെന്ററി ആണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ചട്ടവിരുദ്ധമാണ്, അതുകൊണ്ട് ഇത് സഭാരേഖയിൽ ഉണ്ടാവില്ല എന്ന് പറയും. അതല്ല, ബഹളം നടക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നത്തിങ് വിൽ ഗോ ഓൺ റെക്കോർഡ് എന്ന് പൊതുവായിട്ട് സ്പീക്കർ പറയും. ഈ ബഹളം ഒന്നും തന്നെ സഭാരേഖയിൽ ഉണ്ടാവില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വാടാവില്ല, അതൊന്നും സഭാരേഖയിൽ ഉണ്ടാവില്ല എന്ന് അറിയിക്കും. പക്ഷെ ഇതെല്ലാം നിയമസഭാ സാമാജികന്മാരുടെ മുമ്പിൽ വെച്ച് സ്പീക്കർ ചെയ്യുന്നതാണ്. നിയമസഭാ സാമാജികന്മാരെ അറിയാതെ പുറകിലൂടെ ഇതൊരു നിർദ്ദേശം സ്പീക്കർ സാധാരണയിൽ കൊടുക്കുകയില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒട്ടും അങ്ങനെ ചെയ്യില്ല എന്നാണ്. അത് പരസ്യമായിട്ട് തന്നെ അവർക്ക് ചെയ്യാമല്ലോ. അതിന് ആരും എതിരൊക്കെ പറയുമെങ്കിലും പ്രൊസീജിയറലി അത് തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ല. സ്പീക്കർക്ക് അതിൻ്റെ അധികാരമാണ്. അപ്പൊ ഇപ്പൊ ഈ നടക്കുന്ന വിവാദം എനിക്ക് തോന്നുന്നത് നിയമസഭാ രേഖയിൽ നിന്ന് യഥാർത്ഥത്തിൽ ഇത് മാറ്റിയോ എന്നാരെങ്കിലും പരിശോധിച്ചോ എന്നറിയില്ല. അത് ആദ്യം പരിശോധിക്കുകയും സ്പീക്കർക്ക് പരാതി കൊടുക്കുകയാണ് വേണ്ടത്. അതിന് നിയമസഭ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാകണമെന്നൊന്നുമില്ല. അതല്ലാതെ തന്നെ സ്പീക്കറെ സമീപിച്ചിട്ട് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അത് പരിശോധിക്കണമെന്ന് പറയുക. സ്പീക്കർ നിയമസഭാ രേഖകൾ വിളിച്ചു വരുത്തിയിട്ട് അത് പരിശോധിക്കുകയും ചെയ്യും. നിയമസഭയുടെ പ്രൊസീഡിങ്സ് നിയമസഭാ വെബ്സൈറ്റിൽ ഇടണമെന്നുണ്ട്. അത് കൃത്യമായിട്ട് അവർ ചെയ്യുന്നുണ്ടോ എന്നറിയില്ല. പലപ്പോഴും 2-3 മാസം പുറകിലായിട്ടാണ് അത് കിടക്കാറുള്ളത്. ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ ഇത് ഞാൻ എടുത്ത് നോക്കിയില്ല. അപ്പോ അത് തീർത്തും ചട്ടവിരുദ്ധമായ ഒരു കാര്യമാണ്. നിയമസഭാ സെക്രട്ടറിക്കോ മറ്റ് സ്റ്റാഫുകൾക്കോ നിയമപരമായിട്ട് ഒരു വാക്കോ കുത്തോ കോമയോ ചിരിയോ ഒന്നും തന്നെ എഡിറ്റ് ചെയ്യാനുള്ള അവകാശമില്ല. അത് മുഴുവൻ സ്പീക്കർക്ക് മാത്രമുള്ളതാണ്. കോയമ്പത്തൂർ സ്ഫോടന കേസ്, ബംഗളൂരു സ്ഫോടന കേസ്, കളമശ്ശേരിയിലെ ബസ് കത്തിക്കൽ കേസ്, ഇങ്ങനെ കേരളവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക ഭീകരവാദം ശക്തി ആർജിക്കുന്നിടത്തെല്ലാം അബ്ദുൾ നാസർ മദനി എന്നൊരു പേര് ഉയർന്നു കേട്ടതാണ്. അപ്പോൾ ആ മദനിക്ക് വേണ്ടി ഒരിക്കൽ പ്രമേയം പാസാക്കിയ നിയമസഭയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഞാനിത് ചരിത്രത്തിലെ ഒരു തമാശ ഒന്ന് ഓർമ്മിപ്പിക്കാമെന്ന് വിചാരിച്ചാണ് രണ്ടാമത് സംസാരിച്ചത്. മദനി കോയമ്പത്തൂർ ജയിലിൽ കിടക്കുമ്പോഴാണ് കേരള അസംബ്ലി ഒരു പ്രമേയം പാസാക്കിയത്. ആ പ്രമേയത്തിൽ ആവശ്യപ്പെട്ടത് മദനിക്ക് ഇഷ്ടപ്പെട്ട, മദനി തിരഞ്ഞെടുക്കുന്ന ചികിത്സ മദനിക്ക് ഉറപ്പാക്കണം എന്നായിരുന്നു ആ പ്രമേയത്തിലെ ആവശ്യം. അന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയാണ്. ആ പ്രമേയം കേരള നിയമസഭയിൽ അവതരിപ്പിച്ച ആള് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. കാലചക്രം തിരിഞ്ഞ് ഇന്നിപ്പോ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാവുകയും ഈ എക്സ്പെൻഡ് ചെയ്യുന്ന വിവാദത്തിൽ പെട്ടുപോവുകയും ചെയ്തു. അതിന്റെ ഒരു തമാശ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വളരെ നന്ദി ശ്രീ ടി ജി മോഹൻദാസ്.